കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. ഇതേപോലെ തയ്യാറാക്കിയാൽ പാവയ്ക്കയുടെ കയ്പും അധികം അറിയില്ല, എന്നാൽ വളരെ രുചികരവുമാണ് കേട്ടോ. പാവയ്ക്കയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കിത് ഫ്രൈ ആക്കിയിട്ടും ഉപ്പേരി വെച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാം. എന്നാൽ ഇതേപോലെ ഒരു റോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായം കൂടി പറയണേ. ആദ്യം നമുക്ക് പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് റൗണ്ടായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. വളരെ നൈസും ആവണ്ട, കൂടുതൽ തിക്കും ആവണ്ട. ഇതേപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് സമയം വെക്കണം. വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നിങ്ങനെ വെള്ളം വാർന്നു വന്നിട്ടുണ്ടാവും, അതിന് കയ്പൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഒരു അരമണിക്കൂർ വേണമെങ്കിൽ വെക്കാം. ഈ സമയം നമുക്കിതൊന്ന് കഴുകി 1-2 പ്രാവശ്യം ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലെ കയ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കയ്പ് ഇഷ്ടമുള്ളവർക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള വെള്ളഭാഗവും കുരുവൊക്കെ ഉണ്ടാവുന്നില്ലേ, അതെല്ലാം എടുത്ത് കളഞ്ഞു, ക്ലീൻ ചെയ്തു. നന്നായിട്ട് വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ കൂടുതൽ പൊടികളൊക്കെ ചേർക്കുമ്പം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ്, അപ്പോൾ കരിഞ്ഞു വന്നാലോ. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഓയിലൊക്കെ അധികം ചേർക്കുന്നത് നല്ലതല്ലല്ലോ. ഇതേപോലെ കുറച്ച് സമയം വെച്ചിരുന്നാൽ നന്നായിട്ട് പാവയ്ക്ക ഇതേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു അല്പം കൂടി വേവിച്ചാൽ മതി. അത് നമുക്ക് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്ത പാവയ്ക്ക മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണയിൽ നിന്ന് വാരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ ഒരല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കടുകിട്ടും കുറച്ച് ജീരകം വേണമെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അല്ലികൾ നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം, നല്ല ഫ്ലേവറൊക്കെ വരും. അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നൈസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാവയ്ക്കല്ലേ, ഒരല്പം എരിവ് കൂടിയിരുന്നാലും നല്ലതായിരിക്കും, കയ്പൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് 2 സവോള നൈസായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാവയ്ക്കയാണ് എടുത്തത്, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് സവോള ചേർക്കുന്നതും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. നമ്മളിത് കുറുകിയ ഗ്രേവിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്, അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ബ്രൗൺ കളറായി. നൈസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത്രയും മതി. ഇനി അത് കരിയണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. 2 എണ്ണം വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ച് തക്കാളി ചേർക്കുമ്പോൾ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പീസാക്കി ഇട്ടിട്ട് വഴറ്റുന്നതിനെക്കാട്ടിയും ഇതാണ് രുചികരം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം, കരിയണ്ട, കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരരുത്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി, പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്താൽ നല്ല കളറായിരിക്കും. അവരവരെ കയ്യിലുള്ളതുപോലെ സാധാരണ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല, എരിവ് നോക്കിയിട്ട് ചേർക്കണം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ഗ്രേവിയിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. മസാല എല്ലാം കൂടി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരണം. നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ.
പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ വഴറ്റിയെടുത്തു. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് നമുക്ക് അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ സമയം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് സെറ്റായി കുറുകി വരണം. നമ്മളിതിലേക്ക് വേറെ അരപ്പൊന്നും ചേർക്കുന്നില്ല. ഇതാണ് ഗ്രേവിയുടെ തിക്നെസ് കിട്ടേണ്ടത്. ടേസ്റ്റും ഇതിലാണ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇത് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി മസാലയും എരിവും കൂടി അതിലേക്ക് പിടിച്ചാൽ മതി. പാവയ്ക്ക കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കഴുകിയത് കൊണ്ട് തന്നെ കുറച്ച് കയ്പ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഈ ഗ്രേവിയിലൊക്കെ ഫ്രൈ ചെയ്ത് ഇട്ടത് കൊണ്ട് കയ്പ്പ് തീരെ ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പാകത്തിന് ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് പാവയ്ക്കയിലേക്കും കൂടി ഇതൊന്ന് പിടിക്കട്ടെ. മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയണം. ഉണ്ടാക്കി നോക്കണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.